നമസ്കാരം. എൻസിപിയിലെ അവസാന നിമിഷത്തിലെ നാടകീയ നീക്കങ്ങൾക്ക് പിന്നിലെ ദുരൂഹത വിട്ടുമാറുന്നില്ല. PC ചാക്കോയുടെ രാജിക്ക് പിന്നിൽ CPMന് പങ്കുണ്ടെന്ന അഭ്യൂഹങ്ങളും ശക്തിയാർജിക്കുകയാണ്. ചാക്കോ അധ്യക്ഷനായി തുടർന്നിരുന്നുവെങ്കിൽ മന്ത്രി AK ശശീന്ദ്രൻ പാർട്ടി വിടുമായിരുന്നു എന്ന അഭ്യൂഹവും അന്തരീക്ഷത്തിലുണ്ട്. PC ചാക്കോ രാജിവെച്ച ഒഴിവിൽ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ച് മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഈ നിർദ്ദേശം അറിയിച്ച് ഇമെയിൽ സന്ദേശവും അയച്ചു. നേതൃത്വം ആവശ്യപ്പെട്ടാൽ ചുമതല ഏറ്റെടുക്കുമെന്ന നിലപാടിലാണ് തോമസ് കെ തോമസും. ഇതോടെ NCP കേരള ഘടകത്തിൽ ചാക്കോയുടെ നില ദുർബലമായി. തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തെങ്കിലും ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനമാവും അംഗീകരിക്കുകയെന്ന് ശശീന്ദ്രൻ പറഞ്ഞു. ഇക്കാര്യം തോമസിനെയും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന പാർട്ടിയിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ രമ്യമായി പരിഹരിച്ചു പോവുക എന്നതാണ് AK ശശീന്ദ്രന്റെ പക്ഷത്തിന്റെ നിലപാട്. CPMും ഇതാണ് ആഗ്രഹിക്കുന്നത്. ചാക്കോയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇടതുപക്ഷത്ത് സ്ഥാനമുണ്ടാകില്ലെന്നാണ് CPM നിലപാട്. AK ശശീന്ദ്രൻ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്നും അങ്ങനെ ഏലത്തൂർ സീറ്റ് ഒഴിവ് വന്നാലും PC ചാക്കോയെ അവിടെ CPM മത്സരിപ്പിക്കില്ല എന്നും സമ്മർദ്ദമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുകൂടിയാണ് ചാക്കോ രാജിവെക്കുന്നത്. ഇപ്പോൾ നടക്കുന്നതെല്ലാം യുക്തിപരമായ തീരുമാനമാണെന്ന് തോമസ് കെ തോമസും പക്ഷവും കരുതുന്നു. എന്നാൽ മന്ത്രിമാറ്റമെന്ന ആവശ്യവുമായി തനിക്കൊപ്പം നിന്നിട്ട് അവസാന നിമിഷത്തിൽ മറുകണ്ഠം ചാടിയ തോമസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നത് തടയിടാൻ ചാക്കോയും ശ്രമിക്കുന്നതായാണ് അറിയുന്നത്. മറ്റു ചില നേതാക്കളുടെ പേര് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാം. പവാറിലുള്ള ചാക്കോയുടെ സ്വാധീനമനുസരിച്ചാവും തീരുമാനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കാനാണ് നീക്കം. എന്നാൽ ശശീന്ദ്രനെ അവഗണിക്കാൻ ശരത് പവാറിന് കഴിയാത്ത സാഹചര്യവുമുണ്ട്. LDFിൽ ശശീന്ദ്രനുള്ള സ്വീകാര്യതയും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോടുള്ള അനുഭാവവും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. താമസിയാതെ തന്നെ പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ പ്രസംഗം പുറത്തുവന്ന സാഹചര്യം പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് തെളിവാണ്. മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ചാക്കോയുടെ വിമർശനം. കുറിക്കൊള്ളും വിധം മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ തനിക്ക് അറിയാമെന്ന് PC ചാക്കോ NCP തിരുവനന്തപുരം ജില്ലാ നേതൃത്വ യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. ഇത് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നു. NCP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കുറെ നാളായി വലിയ തോതിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാറ്റത്തിന് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുറിക്കൊള്ളുന്ന വിധം തനിക്ക് സംസാരിക്കാൻ അറിയാമെന്നാണ് PC ചാക്കോ പറഞ്ഞത്. ശേഷമുണ്ടായ നാടകീയ നീക്കങ്ങളിൽ സ്വാഭാവികമായും CPM സമ്മർദ്ദവുമുണ്ടെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല തോമസ് കെ തോമസിന്റെ നീക്കം അധികാരം ഉള്ളിൽ വെച്ച് തന്നെയാണെന്നും ചാക്കോ പക്ഷത്ത് വിമർശനമുണ്ട്. തോമസ് കെ തോമസിനും ഇടതുപക്ഷത്ത് നിൽക്കാനാണ് താല്പര്യം. ഇത് മനസ്സിലാക്കിയാണ് NCPയിലെ പിളർപ്പൊഴിവാക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇടപെട്ടത്. പവാറിന്റെ അനുമതിയോടെയാണ് ചാക്കോയുടെ രാജി. എന്നാൽ ശശീന്ദ്രന്റെ നീക്കത്തിന് തടയിട്ട് തോമസ് കെ തോമസിന് പകരം പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള നീക്കം ചാക്കോ പക്ഷത്ത് ശക്തമാണ്. എന്താണ് PC ചാക്കോയുടെ അടുത്ത നീക്കമെന്നതിൽ വലിയ ആശങ്ക മറുപക്ഷത്തിനുമുണ്ട്. പുതിയ അധ്യക്ഷനെ പവാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഔദ്യോഗികമായ പ്രതികരണം. ആരായിരിക്കും അതെന്ന് കണ്ടു തന്നെ അറിയണം.